നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബഡ്സ് കലോത്സവങ്ങളിലൂടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ലഭിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ജില്ലാ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ മടവന്നൂർ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കൂളിന്റെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലോത്സവത്തിൽ 5ാം തവണയും ഓവറോൾ കിരീടം സ്വന്തമാക്കിയ തൃത്താല ബഡ്സ് സ്കൂളിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. 54 കുട്ടികളാണ് ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നത്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കലോത്സവത്തിൽ വിജയികളായവർക്കും അധ്യാപകർക്കും മന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ജയ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ, വൈസ് പ്രസിഡന്റ് കെ.പി. ശ്രീനിവാസൻ, സെക്രട്ടറി അമ്പിളി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പാട്ട് പാടുന്നവരുണ്ട്, ചിത്രം വരയ്ക്കുന്നവരുണ്ടോ? ഉണ്ട്. ചിത്രം വരയ്ക്കുന്നവരുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? പേപ്പർ ക്രാഫ്റ്റ്. പിന്നെ കൊട്ടുന്നവരുണ്ടോ? അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ്. ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ബഡ് സ്കൂൾ കലോത്സവം എന്നത്. ഞാനിപ്പോൾ സംസ്ഥാന കലോത്സവത്തിന് പോയിരുന്നു. കൊല്ലത്തേക്ക് വന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടുന്ന്? എന്താ എത്ര ആളുണ്ടോ? ഒന്ന് കൈവന്തിക്കൂ. എല്ലാവരും വന്നോ? ഗംഭീരായി, വളരെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഒപ്പം ഊണും കഴിച്ചു. ചോറിൻ്റെ ബിരിയാണിയൊക്കെ കേമായിരുന്നു. പക്ഷെ വിജയാഹ്ലാദമാകുമ്പോൾ ഒരു കാര്യത്തിൻ്റെ കുറവ് തോന്നി, പായസത്തിൻ്റെ കുറവ്. അല്ലേ? കറക്റ്റല്ലേ? അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ആ കുറവ് കൂടി ഇല്ലാണ്ട് വിജയത്തിനൊരു മധുരം വേണ്ടേ? അപ്പൊ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പൊ അടുത്ത പ്രാവശ്യം 6ാമത്തെ തവണയും 6 തവണ അടുത്ത പ്രാവശ്യവും ചാമ്പ്യൻഷിപ്പ് ആർക്കാ? തൃത്താലയ്ക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി. പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികർക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ ഉൾപ്പെട്ട 3 പ്രതികളെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. തിരുമിറ്റക്കോട് സ്വദേശികളായ വരമംഗലത്ത് വീട്ടിൽ 26 വയസ്സുള്ള ഷുഹൈബ്, പള്ളത്ത് വീട്ടിൽ 24 വയസ്സുള്ള സൽമാൻ ഫാരിസ്, 24 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന യുവാക്കൾക്ക് നേരെ കാറിൽ പിന്തുടർന്നെത്തിയ ഇവർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ മതുപ്പുള്ളി സ്വദേശിയായ താനിയിൽ രഞ്ജിത്ത്, മതുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ ഇ.പി. രഞ്ജിത്ത് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാക്കൾക്ക് തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിരുമിറ്റിക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് 2 പേരെ പോലീസ് പിടികൂടുന്നത്. മറ്റൊരു പ്രതിയെ ചങ്ങരംകുളത്ത് നിന്നും പിടികൂടി. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ നടന്ന കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഘട്ടനത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സൈബർ സെൽ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിലാണ് 3 പ്രതികളെയും പോലീസ് വലയിലാക്കിയത്. ചാലിശ്ശേരി SHO ആർ കുമാർ, SI ശ്രീലാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, രഞ്ജിത്ത്, ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ കരീം എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ് തൃത്താല. ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്തൃ വിഹിതം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രവിഹിതമായ 72,000 രൂപയ്ക്ക് പുറമെ 3,28,000 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നത്. ലൈഫിൽ മാത്രം 5,38,000 പേർക്ക് ധനസഹായം കൊടുത്തു. 4.25 ലക്ഷം പേർക്ക് വീട് പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു. 1.14 ലക്ഷം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഓരോ മാസവും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയാണ് മുൻപോട്ട് പോകുന്നത്. 1 ലക്ഷം വീടെങ്കിലും ചുരുങ്ങിയത് ഈ വർഷം നൽകുകയാണ് ലക്ഷ്യം. 17,962 കോടി രൂപയാണ് സർക്കാർ ഇതുവരെ പദ്ധതിക്കായി ചിലവാക്കിയത്. 2,084 കോടിയാണ് കേന്ദ്രവിഹിതം. ബാക്കി 15,800 കോടിയിലധികം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. 1,07,500 കോടി രൂപ കേരളത്തിന് അർഹമായ തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട്. തുക ലഭിക്കുന്നതിനെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ നിന്നും
അനുകൂല വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ, സ്കൂൾ, ആശുപത്രി എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് ആ തുക ഉപകാരപ്പെടും. അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി അതിൽ 70% പേരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായി. നവംബർ 1 തീയതിക്കകം ബാക്കി കൂടി പരിഗണിക്കാനാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ടൗൺഷിപ്പ് മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വരാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലൈഫിൽ മാത്രം 5,38,000 പേർക്ക് ധനസഹായം കൊടുത്തു. 5,38,000. അതിൽ 4,24,800 വീട് മിനിഞ്ഞാന്ന് വരെയുള്ള കണക്കനുസരിച്ച് പണി കഴിഞ്ഞു, ആള് താമസം പറഞ്ഞു. 4,4 ലക്ഷം. 1,14,000 വീടിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഞാൻ മന്ത്രി എന്ന നിലയിൽ അത് വിലയിരുത്തി. ഇത്ര വീട്, ഓരോ വീടും ഏത് സ്റ്റേജിൽ, ഇത്രയായിരം വീട് തറപ്പണി കഴിഞ്ഞു, ഇത്രയായിരം വീട് ലിൻഡർ സ്റ്റേജിലെത്തി, ഇത്രയായിരം വീട് അവസാന ഘട്ടത്തിലാണ്, അങ്ങനെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ കൊല്ലം ചുരുങ്ങിയത് 1 ലക്ഷം വീട് കൂടി കൊടുക്കും. 25-26 ചുരുങ്ങിയത്. അതിന് കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബജറ്റ് വരുമ്പോഴാണ് പറയപ്പെടുക, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 1 ലക്ഷത്തിൽ കുറയുന്ന പ്രശ്നമില്ല. അപ്പൊ എത്രയായി? 5+1 6.5 ലക്ഷം വീട് 2026 കൊടുക്കാം. ഇപ്പൊ 4.25 ലക്ഷം കൊടുത്തു. 1 ലക്ഷത്തിൽ 4,000 പണി നടക്കുന്നു. ഇനി 1 ലക്ഷം കൂടി വന്നാൽ 6.5 ലക്ഷം വീട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം കൊടുക്കാൻ പറ്റും. ഏറ്റവും ഉയർന്ന തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ഉയർന്ന തുക. മറിച്ച് 72,000 വെച്ച് തന്നെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എന്നാൽ നമുക്ക് 25 ലക്ഷം കൊടുക്കാൻ പറ്റില്ല. സഹായം കൊടുത്തു എത്ര പേർക്ക് കൊടുക്കാം? 25 ലക്ഷം പേർക്ക് കൊടുക്കാം. അത്ര വെച്ചത് ഇറക്കി. ഈ ഗവൺമെന്റ് വീട് വെക്കാൻ ചെലവാക്കിയ തുക കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 17,962 കോടിയാണ്. 17,962 കോടി. അതിൽ 2,084 കോടി കേന്ദ്രത്തിന്റെ, 15,800 കോടിയിലധികം സംസ്ഥാനത്തിന്റെ. 350 പേർക്കാണ് ആദ്യ ഗഡു ബ്ലോക്കിൽ വിതരണം ചെയ്യുന്നത്. കിട്ടിയ തുക ഗുണഭോക്താക്കൾ കൃത്യമായി വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെ ഓരോ ഗുണഭോക്താക്കൾക്ക് വീതം മന്ത്രി ചെക്ക് കൈമാറി. 1.20 ലക്ഷം രൂപയുടെയും SC വിഭാഗത്തിന് 72,000 രൂപയുടെയും ചെക്കുകളാണ് വിതരണം ചെയ്തത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റഷീന ടീച്ചർ, കൃഷ്ണകുമാർ മാസ്റ്റർ, പ്രിയ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി AG അനിൽകുമാർ, ഹൌസിംഗ് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ AP രാജേന്ദ്രൻ, ഹെഡ് ക്ലർക്ക് K ധർമ്മരാജൻ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ വാടാനംകുറിശി മോഴിയോട്ടുചേരിക്ക് സമീപത്തെ സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി മോഴിയോട്ടുചേരിക്ക് സമീപത്തെ സ്ക്രാപ്പ് ഗോഡൌണിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. വലിയ തോതിലാണ് സ്ക്രാപ്പ് സാധനങ്ങൾക്ക് തീപിടിച്ചത്. ആളപായമൊന്നും ഉണ്ടായില്ല. ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ പൂർണ്ണമായും അണച്ചത്. നാട്ടുകാരും സംഭവസ്ഥലത്ത് ഓടിക്കൂടി. ഈ പ്രദേശങ്ങളിൽ സ്ക്രാപ്പ് സാധനങ്ങൾക്ക് തീപിടിക്കുന്നത് പതിവ് സംഭവമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വർഷത്തിൽ 2-3 തവണ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാറുണ്ടെന്നും പറയുന്നു. പ്രദേശത്തെ നിരവധി വീടുകളും അംഗൻവാടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള തീപിടുത്തം അടിക്കടി ഉണ്ടാകുന്നത് വലിയ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ആവശ്യം. തൃത്താല ബ്ലോക്ക് തല കേരളോത്സവ മത്സര വിജയികളായവരെ ട്രോഫികൾ നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു.
ബ്ലോക്ക് തല കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ആനക്കര പഞ്ചായത്തിനെയും 2ാം സ്ഥാനം നേടിയ തൃത്താല പഞ്ചായത്തിനെയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഭാരത് ക്ലബിനെയും ട്രോഫികൾ നൽകി ആദരിച്ചു. പ്രസിഡന്റുമാരായ കെ മുഹമ്മദ്, വിജേഷ് കുട്ടൻ, ബ്ലോക്ക് അംഗങ്ങളായ എ കൃഷ്ണകുമാർ മാസ്റ്റർ, പ്രിയ പി.വി, ഷെറീന ടീച്ചർ, എം ശ്രീലത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ, ജിഇഒ സി പ്രസാദ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഓരോ ചുമതല ഓരോ മെമ്പർക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൃത്യമായി ആ സ്ഥലങ്ങളിൽ വരെ കൃത്യമായി അതിനു വേണ്ടിയിട്ട് ഇടപെടൽ നടത്തുകയും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ ഈ മെമ്പർമാരുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ട് നടത്താൻ നമുക്കതിപ്പോ കേരളോത്സവം മാത്രമല്ല ഏത് പ്രവർത്തനങ്ങളിലായിരുന്നാലും നമുക്ക് അത്തരത്തിൽ നല്ല ഒരു ടീം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ഇവിടെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് 20ാം തീയതി വീണ്ടും ഒരു പരിപാടിയുണ്ട്. അതൊന്നും ഇതുപോലെയല്ല, വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 400ഓളം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. 18-നും അതിനുശേഷം 20-നും ഒക്കെ തന്നെ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ കൊടുത്ത് അതെല്ലാം തന്നെ ഭംഗിയായി നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ മെമ്പർമാരും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ടീം, തല ബ്ലോക്ക് പഞ്ചായത്ത് ടീം അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഭരണസമിതി എന്ന തലത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു കേരളോത്സവം വിജയിപ്പിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്പോർട്സ് താരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കലാകാരന്മാർ, അതുപോലെ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളുടെ മെമ്പർമാർ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എല്ലാ നിലയിലും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം 2024-25 CPM പാലക്കാട് ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ വരവേൽപ്പ്. കഴിഞ്ഞ ദിവസം ആനക്കരയിൽ നിന്നാണ് ജാഥ പര്യടനം തുടങ്ങിയത്. പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥയാണ് സമ്മേളന നഗരിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കടന്നു വരുന്നത്. ചിറ്റൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള പതാക വഹിച്ചുള്ള ജാഥയ്ക്കാണ് തൃത്താലയിൽ നിന്നും തുടക്കം കുറിച്ചത്. ആനക്കരയിൽ M ചന്ദന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ജാഥ ആരംഭിച്ചത്. സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് ആയിരുന്നു ജാഥ ഉദ്ഘാടനം ചെയ്തത്. P മമ്മിക്കുട്ടി MLA ആണ് ജാഥ ക്യാപ്റ്റൻ. പതാക വഹിച്ചുള്ള ജാഥയ്ക്ക് പട്ടാമ്പിയിലും സ്വീകരണം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പതാക ജാഥ ചിറ്റൂരിൽ സമാപിക്കും. 20-ന് വൈകുന്നേരമാണ് പതാക തത്തമംഗലത്തെ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരുക. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു. കുന്നംകുളം CCTV കോൺഫറൻസ് ഹാളിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. കുന്നംകുളം CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ ഭാഷാ പണ്ഡിതർ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ അധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. അത് ആ സമയത്താണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഇതുപോലൊരു പുസ്തകം, അതായത് നാരായണീയം പദാനുപദം അത് വിവർത്തനം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെ കാലമെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇത്രയും ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. രാജശേഖരൻ മാഷ് പുസ്തകം ഏറ്റുവാങ്ങി. ആ താളവും ലയവും ധാടിയും ഒക്കെയുള്ള ഈ നാരായണീയത്തിലെ ശ്ലോകങ്ങൾക്കൊക്കെ അത് ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ ഭാഷാതത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ തർജ്ജിമ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയാതെ വയ്യ. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, സംസ്കൃത അധ്യാപകൻ മേജർ PJ സ്റ്റൈജു, കവയിത്രി സിന്ധു ഭൈരവി, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു.
പുസ്തകരചയിതാവ് അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അങ്ങനെ അടഞ്ഞുകൂടുന്ന എന്നെ പിടിച്ച് വലിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന വ്യക്തികൾ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ്. ടി എ പോൾ മാസ്റ്ററും ടി വി ജോസ് മാഷും ഇപ്പോൾ ടി വി ജോൺസണുമൊക്കെയാണ് എന്നുള്ള നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ആ സൗഹൃദത്തിൻ്റെ മുൻപിൽ എത്ര പ്രണമിച്ചാലും മതിയാവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. BSNൽ നിന്ന് ഡിവിഷൻ എഞ്ചിനീയറായി വിരമിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ കലാ-സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. കൂനമൂച്ചി അക്ഷരശ്ലോകവേദി, ചെറുവള്ളൂർ അക്ഷരശ്ലോക സമിതി, അരിയന്നൂർ അക്ഷരകലാക്ഷേത്രം തുടങ്ങിയവയിൽ സജീവമാണ്. നൂറുപൂക്കൾ, സഹസ്രദളം, ഭാഷാനാരായണീയം, ഭർതൃഹരി പരിഭാഷ, സാരസ്വതം തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. സൗപർണിക, വൈഷ്ണവം, NK ദേശം സ്മാരക അക്ഷരകേളി, സാഹിത്യരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ എഴുത്തുകാരന്റെ സർഗശക്തിയുടെ സദ്ബലമാണ് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ. മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിന് പല തർജ്ജമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂലകൃതിയിലെ ഭാവഭംഗികളൊന്നും ചോർന്നു പോകാതെ ഛന്ദസ്കൃതമായ ശൈലിയിൽ നിന്നുളവാകുന്ന താളനിബന്ധമായ ആശയചാരുതയ്ക്ക് കോട്ടം തട്ടാതെ വിവർത്തനം സാധ്യമാക്കി എന്നതാണ് അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ ഈ കൃതിക്കുള്ള പ്രത്യേകത. കൾച്ചറൽ ഡെസ്ക്, CCTV. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുഹമ്മദ് മൂസിൻ MLA കൊപ്പം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് കൊപ്പം ഫെസ്റ്റ് എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടത്തിയത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 58 വർഷം അല്ലെങ്കിൽ 57 വർഷം 56 വർഷം കൊപ്പത്തിന്റെ മാത്രമല്ല കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാലയത്തിന്റെ കടന്നു വന്ന വഴികളും ആ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളും ഇനി ആ വിദ്യാലയം മുന്നോട്ട് പോകുന്ന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള വേദി കൂടിയാണ്. ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് MLA എന്നുള്ള നിലക്കാണ്. ഒപ്പം ഈ വിദ്യാലയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുൻഗാമികളായ 2 പ്രധാനപ്പെട്ട MLA-മാർ ആയിരുന്ന 2 വ്യക്തിത്വങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് ഈ വിദ്യാലയത്തിന്റെ തുടക്കത്തിൽ വഹിച്ചിട്ടുണ്ട്. അത് 1968-69 കാലത്ത് പട്ടാമ്പി MLA ആയിരുന്ന അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS ആണ് ഒരാള്. മറ്റൊരാള് പട്ടാമ്പിയിലെ കേരളപ്പിറവിക്ക് ശേഷം ആദ്യമായി MLA ആയ EP ഗോപാലനാണ്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി CH മുഹമ്മദ് കോയയാണ്. അപ്പോ 1968-69 കാലത്ത് ഈ പ്രദേശത്തെ ആളുകൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ T ഷാജി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, AN നീരജ്, മറ്റു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് C ഉമ്മർ, മറ്റു ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, SMC ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക KT ജലജ, P സുനിത, PP നസീമ, KP ബാബുരാജ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജനുവരി 21, 22, 23 തീയതികളിൽ പാലക്കാട് ചിറ്റൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ ആനക്കരയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന M ചന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ജാഥ ക്യാപ്റ്റൻ P മമ്മിക്കുട്ടിക്ക് കൈമാറി. തൃത്താല മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ അത്ലറ്റുകളുടെ അകമ്പടിയിൽ പ്രയാണം നടത്തിയ ശേഷം പതാക ജാഥ 20-ന് വൈകിട്ട് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.